ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ളത് എല്ലാവരും കണ്ണി ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയൊരു ഓട്ടുരുളിയും അതിനകത്ത് പഴങ്ങളായിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ധാന്യങ്ങളായിക്കോട്ടെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചേക്കണം കേട്ടോ ഞാൻ കണി കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ കണി ഒരുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കണി ഒരുക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയാണോ കണി ഒരുക്കുന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോസിലൊക്കെ ഞാനങ്ങനെ കണ്ടത് കൊണ്ടാണ് ഞങ്ങളെ കണി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ പലകേൻ്റെ മുകളിലാണ് കൃഷ്ണനെ വെക്കുന്നത് കേട്ടോ, കൃഷ്ണ വിഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പലക കിട്ടില്ല, ഞങ്ങൾ നാട്ടിലല്ല വെളിയിൽ സെറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു തളിക വെച്ചിട്ട് അതിനകത്ത് കൃഷ്ണ വിഗ്രഹവും മുല്ലപ്പൂ മാലയൊക്കെ നമ്മൾ ചേർത്തും. നാട്ടിലാണെങ്കിൽ തുളസിമാല കെട്ടും കേട്ടോ, പക്ഷേ ഇവിടെ കിട്ടാത്തതുകൊണ്ട് മുല്ലപ്പൂ മാലയാണ് ജസ്റ്റ് വെച്ചേക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ കുഞ്ഞു വിളക്കും, കിണ്ടിയിൽ വെള്ളം, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചന്ദനത്തിരി വെക്കും. അതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അരിയാണ് കേട്ടോ. അമ്മയൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഓട്ടുരുളിക്കകത്താണ് കേട്ടോ അരി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഓട്ടുരുളിയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. ഉരുളി പോലത്തെ പാത്രം തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഇപ്പം നമ്മളിത് ചോറ് വെക്കുന്ന അരി അത് നിർബന്ധമാണ്, അത് വെക്കും കേട്ടോ. ഉണക്കലരി അതേതെങ്കിലും ഒരു അരി വെക്കും. അതിലാണെങ്കിൽ പൈസയും നാണയത്തൊട്ടും അതുപോലെ തന്നെ സ്വർണ്ണവും അത് നിർബന്ധമായിട്ട് വെക്കും. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് പച്ചരി വെക്കും കേട്ടോ. പച്ചരി അതിൽ നടുവിലായിട്ടാണ് നമ്മൾ വാൽക്കണ്ണാടി വെക്കുന്നത്. പിന്നെ തൊട്ട് താഴത്തായിട്ട് ഒരു ബൗളിനകത്ത് നമുക്ക് ഇവിടെയുള്ള പഴം അതുപോലെ തന്നെ മാങ്ങ അങ്ങനെയുള്ള ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് അത് വെക്കും. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് കണിവെള്ളരിയും ബാക്കിയുള്ള വെജിറ്റബിൾസും, അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് മാങ്ങ കേട്ടോ, മാങ്ങ കൊലയോടെ വെക്കും. പിന്നെ കൃഷ്ണ നേരെ മുന്നിലായിട്ട് കൊന്നപ്പ് വെക്കും കേട്ടോ. പിന്നെ ഈ തേങ്ങ ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കണ്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് കോയിൻസ് ഇടുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു തേങ്ങ തന്നെ ആണെങ്കിൽ ഇത് പൊരിച്ച് വെച്ച തേങ്ങ നമ്മളിത് വെക്കാൻ കാരണം നമുക്കിവിടെ ഇങ്ങനത്തെ തേങ്ങയിൽ ഉരിച്ച തേങ്ങയിൽ ഇവിടെ കിട്ടാറുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നാട്ടിലവരാണെങ്കിൽ ഉരിക്കാത്ത തേങ്ങയിൽ നമ്മൾ തേങ്ങ പറിച്ച പാടുള്ള തേങ്ങ അതിനെ കോർത്ത് കെട്ടിക്കൊണ്ട്, അതും 2 തേങ്ങ കോർത്ത് കെട്ടിക്കൊണ്ടാണ് കേട്ടോ തേങ്ങ വെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മൾ കടുക് വെക്കും, ഉപ്പ് വെക്കും, വറ്റൽമുളക് വെക്കും, പിന്നെ പഞ്ചങ്ങൾ 5 നവധാന്യങ്ങൾ അറിയാലോ, 5 നമ്മൾ എന്താ പറയുക പയറും ചെറുപയറും അങ്ങനെയുള്ള 5 ഇത് നവധാന്യങ്ങളായിട്ട് വെക്കും. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം നിർബന്ധമാണ് കേട്ടോ. പക്ഷേ നാട്ടിൽ ഉണ്ണിയപ്പം നമുക്ക് കിട്ടും, ഇവിടെ ഉണ്ണിയപ്പം കിട്ടാത്തത് കൊണ്ട് പിന്നെ എനിക്ക് നമ്മൾ ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് സത്യസന്ധമായിട്ട് പറയാൻ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൃഷ്ണൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലഡു നമ്മളിവിടെ വെക്കും കേട്ടോ. പിന്നെ അതിനൊക്കെ മുൻപ് ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതും ഞാൻ ഒരു വീഡിയോസിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോസിലും ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മളിപ്പം കണ്ടില്ലേ കണി വെക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ പച്ചരി ഉണ്ടല്ലോ, രാവിലെ പച്ചരി പൊതുവെ ദോശയ്ക്ക് നമ്മൾ മാവ് അരക്കുന്നില്ലേ, അതുപോലെ അരച്ചിട്ട് ആ ആ ഒരു അരിമാവിനെ കൊണ്ട് ആ ഒരു കൂട്ടുകൊണ്ട് കളം വരക്കും ആദ്യം. എന്നിട്ട് കളത്തിനകത്ത് കളം നിറയെയാണ് നമ്മൾ ഈ ഒരു കണി ഒരുക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഒരു ചിട്ടയും രീതിയും കേട്ടോ. നമ്മളെ നാട്ടിൽ നമ്മളിപ്പോൾ ഞാൻ ജനിച്ച് വളർന്നപ്പോൾ തൊട്ട് നമ്മളിങ്ങനെയാണ് നമ്മളെ വീട്ടിലായി കഴിഞ്ഞാൽ അമ്മയൊക്കെ കണി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ കണ്ട വീഡിയോസിലും ഒക്കെ നമ്മൾ വലിയൊരു ഓട്ടുരുളിക്കകത്ത് എല്ലാം കൂടി ഒരുമിച്ച് വെക്കണേ കേട്ടോ കണ്ടേക്കണം. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ കണ്ണൂർക്കാരാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണെന്നും അതുപോലെ തന്നെ ഏത് സ്ഥലത്തേതാണ് ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കുന്ന കണി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കണി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ, കാരണം പറഞ്ഞില്ലേ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കണി ഒരുക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.